റിപ്പബ്ലിക് ദിനം എത്തിയിരിക്കുന്നു അല്ലേ? അത് തൊട്ടടുത്ത ദിവസം തന്നെ റിപ്പബ്ലിക് ദിനം വരികയാണ്. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ച വാർത്തകളിലേക്ക് നമുക്ക് പോകാം. രാജ്യതലസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കുചേരാൻ തിരുവനന്തപുരത്ത് നിന്നും യാത്ര തിരിച്ച ഒരു സംഘത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. മൻ കി ബാത്ത് മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികളാണ് സംഘത്തിലുള്ളത്. 10 ദിവസത്തോളം ദില്ലിയിൽ വിവിധ പരിപാടികളിൽ ഈ സംഘം പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രഭാഷണ പരമ്പരയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്വിസ് മത്സരങ്ങളിലും പ്രസംഗ മത്സരങ്ങളിലും വിജയികളായ 25ഓളം വിദ്യാർത്ഥികളാണ് സംഘത്തിലുള്ളത്. നെഹ്റു യുവകേന്ദ്ര സംഘടന അടക്കമുള്ള സംവിധാനങ്ങളാണ് തിരുവനന്തപുരത്തെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഡൽഹി യാത്രയ്ക്ക് അവസരമൊരുക്കിയത്. മൻ കി ബാത്ത് കോമ്പറ്റീഷൻ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരുന്നു നടന്നത്. ക്വിസും ഡിക്ലമേഷൻ കോമ്പറ്റീഷൻസും ഉണ്ടായിരുന്നു. ഈ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഡൽഹിയിലേക്ക് യാത്ര പോകാനും അവിടുത്തെ പല ഡിഗ്നിറ്ററീസ് ആയിട്ട് സംസാരിക്കാനും ഉള്ള അവസരം കിട്ടുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനൊപ്പം രാജ്യത്തെ പ്രധാന നേതാക്കളുമായി സംവദിക്കാനുള്ള അവസരവും വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ഡൽഹിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനും ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ സന്ദർശിക്കാനൊക്കെ ഉള്ളൊരു അവസരമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്ര നേതാക്കളെ കാണാനും അവരുമായിട്ട് ഇൻട്രാക്ഷൻ നടത്താനൊക്കെ ഉള്ള ഒരു അവസരം ഈ കുട്ടികൾക്ക് ലഭ്യമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു വലിയ അവസരമാണ്. അതവർ പരിപൂർണമായി വിനിയോഗിക്കാനാണ് ഈ ഒരു യാത്ര, ഏകദേശം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിലൂടെ ഉണ്ടാകുന്നത്. 10 ദിവസത്തോളം നീളുന്ന യാത്രയുടെ ആവേശത്തിലാണ് വിദ്യാർത്ഥികൾ. സോ ഐ തിങ്ക് ദാറ്റ് ഇറ്റ്സ് ദ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. സോ അതുകൊണ്ട് ഞാൻ ഈ യാത്രക്കിടയിൽ തന്നെ എന്നെ കൊണ്ടാവുന്ന വിധം എൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഞാൻ കാഴ്ചവെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഐ ആം വെരി എക്സൈറ്റഡ് അബൌട്ട് ദിസ് ജേർണി. ഞങ്ങളിപ്പോൾ ഡൽഹിയിലേക്ക് പുറപ്പെടുകയാണ്. ഞങ്ങൾക്ക് മോദിജിയുമായിട്ടും മറ്റ് മന്ത്രിമാരുമായിട്ടും സംവദിക്കാനും 2 ആഴ്ച ഡൽഹിയിലും ആഗ്രയിലും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്, തകർക്കാൻ പോവുകയാണ്. രാജ്യതലസ്ഥാനത്തെ വിവിധ ചരിത്ര സ്മാരകങ്ങളിൽ സന്ദർശനം നടത്താനും ഇതര സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികളുമായി അടുത്തിടപഴകാനുള്ള അവസരവും സംഘത്തിന് ലഭിക്കും. ജനം, തിരുവനന്തപുരം. കുട്ടികൾക്ക് വലിയ അവസരം തന്നെയാണ് ലഭിക്കുന്നത്. മൻ കി ബാത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് പ്രശ്നോത്തര മത്സരങ്ങൾ നടത്തുന്നു. അതെ, അതിൽ വിജയിക്കുന്ന കുട്ടികൾ, മിടുക്കരായ സമർത്ഥരായ കുട്ടികളെ ഇങ്ങനെ ഡൽഹി യാത്ര സംഘടിപ്പിക്കുകയാണ്. അവർക്ക് പാർലമെൻറ്റ് കാണാൻ, രാഷ്ട്രപതി ഭവൻ കാണാം, രാഷ്ട്രപതിയുമായി ചിലപ്പോൾ അവരുമായി സംസാരിക്കാൻ അവസരം, പ്രധാനമന്ത്രിയെ നേരിൽ കാണാനുള്ള അവസരം, പാർലമെൻറ്റ് കാണാനുള്ള അവസരം, താജ്മഹൽ നേരിട്ട് കാണാം. അങ്ങനെ ഡൽഹിയുടെ ഒരു പരിച്ഛേദം തന്നെ കാണാനുള്ള അതും സർക്കാർ ചിലവിൽ ആ കുട്ടികൾക്ക് കാണാൻ കഴിയുന്നു എന്നുള്ള വലിയ ഭാഗ്യം തന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്നാണ് ഈ യാത്രാ സംഘം ഇന്നലെ വൈകിട്ട് യാത്ര തിരിച്ചത്. അതിൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.